friends, B.Ed course in Mathematics. Mathematics സബ്ജക്ട്സിലെ B.Ed കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നാണ് ഈ കുഞ്ഞു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. 2 വർഷത്തെ B.Ed കോഴ്സിൽ 4 സെമസ്റ്ററുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 സെമസ്റ്ററിൽ തിയറി പേപ്പറും മൂന്നാമത്തെ സെമസ്റ്ററിൽ ടീച്ചിങ് പ്രാക്ടീസും വീണ്ടും തിയറി പേപ്പറും എന്നിങ്ങനെയാണ് ഈ ക്രമം. ഇവിടെ ആദ്യത്തെ 2 സെമസ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സ് പേപ്പറിൽ നിന്നും എന്ത് വ്യത്യസ്തതയാണ് B.Ed കോഴ്സിലുള്ളത്? നമ്മൾ ഇതുവരെ പഠിച്ചത് ഓൾജിബ്രയും അനാലിസിസും ടോപ്പോളജിയും എല്ലാമാണ്. ഈ സബ്ജക്റ്റിന്റെ നോട്ട് പുസ്തകങ്ങൾ മടക്കി വെച്ചിട്ട് വളരെ ഫ്രീ മൈൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കോഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ B.Ed കോഴ്സ്. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച കണ്ടന്റ് നോളജ് നമ്മുടെ ക്ലാസ്സിലുള്ള വൈവിധ്യങ്ങളായ കുട്ടികളായിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ 50 കുട്ടികൾ എന്ന് പറയുമ്പോൾ 50 കൾച്ചർ, 50 ഡിഫറെന്റ് പൊട്ടൻഷ്യാലിറ്റീസ് അങ്ങനെയായിരിക്കും. അപ്പം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പാകപ്പെടുകയാണ്, നമ്മളെ പാകപ്പെടുത്തി എടുക്കുകയാണ് ഈ 2 വർഷത്തെ കോഴ്സിലൂടെ ചെയ്യുന്നത്. അതായത് മാത്തമാറ്റിക്സ് എന്താണ്, എങ്ങനെയാണ് ഈ മാത്തമാറ്റിക്സ് ഉണ്ടായത്, മാത്തമാറ്റിക്സിന്റെ ഒറിജിൻ, വേൾഡ് ഫേമസ് മാത്തമാറ്റീഷ്യൻസ്, ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻസ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, മാത്തമാറ്റിക്സും അതർ സബ്ജക്റ്റും എങ്ങനെ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് നോക്കും. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ഗിഫ്റ്റഡ് ഉണ്ടാവും, ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവും, ബിലോ ആവറേജ് ഉണ്ടാവും, ഇങ്ങനെയുള്ള പല ടൈപ്പ് കുട്ടികളുണ്ടാവും. ഈ കുട്ടികളെ ഒക്കെ എല്ലാവരെയും നമ്മുടെ സബ്ജക്ട്സ് ഇഷ്ടപ്പെടുത്തുന്നവരാക്കിയെടുക്കണം. അല്ലാതെ നമ്മളൊക്കെ പഠിച്ച കാലത്തുള്ള കണക്ക് ടീച്ചർമാരെന്ന് പറയുമ്പോൾ മിക്കവാറും കുട്ടികൾക്കൊക്കെ പേടി സ്വപ്നമാണ്. അതൊക്കെ മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ കുട്ടികളുടെയും പ്രിയപ്പെട്ട അധ്യാപകരാവണം. ഈ ഒറ്റ ആഗ്രഹമാണല്ലോ എല്ലാ കുട്ടികളെയും, നിങ്ങൾ ഓരോരുത്തരെയും ടീച്ചർ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്റ്റേജ് ഫിയർ, അങ്ങനെ നമുക്ക് ഈ സഭാകമ്പം, ഇതൊക്കെ മാറ്റിയെടുക്കപ്പെടുകയാണ് ആദ്യത്തെ 2 സെമസ്റ്ററിലൂടെ ചെയ്യുന്നത്. ഇത് മാറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങളെ, ടോപ്പിക്കുകളെ എങ്ങനെ മറ്റുള്ള കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്നാണ് മൈക്രോ ടീച്ചിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്നത്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മുന്നിലേക്ക് നമ്മുടെ ഓരോ സ്കില്ലുകളും നമ്മൾ വളർത്തിയെടുക്കുകയാണ്. ആ സ്കില്ലുകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ സ്കില്ലുകളെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഒരു ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മളൊരു സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്തവരായിട്ടല്ല പോവുക. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിൽ നമുക്ക് ലേണിംഗ് എയ്ഡ്സ് ഉപയോഗിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പോയിട്ട് സാധാരണ ലെക്ചർ മെത്തേഡിലൂടെ A+B² A²+B² 2AB എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മളൊരു ലേണിംഗ് എയ്ഡ് കൊണ്ടുപോവാണ്. അതിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? കൺസ്ട്രക്റ്റീവ്സ് എന്ന് പറഞ്ഞ മെത്തേഡ്. കൺസ്ട്രക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ കണ്ടുപിടിക്കുകയാണ്, വിദ്യാർത്ഥികൾ അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയ. ഈ പേരൊന്നും കേട്ട് ആരും പേടിക്കണ്ട. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഈ മാത്സിന്റെ ക്ലാസ്സിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഫിലോസഫി, സൈക്കോളജി ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മൾ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാനേ പാടില്ല. കാരണം അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഈ കോഴ്സ് നമുക്ക് വേണ്ടിയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ലേണിംഗ് എയ്ഡ്സ്, അതായത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ലേണിംഗ് എയ്ഡ്സ് മാത്രം പോരാ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ ICT, നമുക്കറിയാം ഈ IT യുഗത്തിൽ മാറുന്ന ഈ കാലത്ത് ട്രെൻഡിനൊപ്പം ചുവട് വെക്കാതെ ഒരു അധ്യാപകർക്കും പിടിച്ചു നിൽക്കാനാവില്ല. നമ്മളെല്ലാവരും നല്ല അധ്യാപകരായിട്ട് മുന്നോട്ട് വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ പോകണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെല്ലാവരെയും ആകർഷിക്കാൻ, എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് റൂം ആയിട്ട് നമ്മുടെ ക്ലാസ് റൂം മാറണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ITയുടെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാം, ICT ലെസൺ പ്ലാൻ, പിന്നെ ഒരു ലെസൺ പ്ലാൻ ഉപയോഗിക്കുമ്പോൾ എത്ര ഡിഫറെൻറ്റ് വേയിൽ ചാർട്ടുകൾ, എത്ര ഡിഫറെൻറ്റ് വേയിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ലേണിംഗ് എയ്ഡ്സ്, ഇംപ്രൂവൈസ്ഡ് എയ്ഡ്സ്, ഇതൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇതൊക്കെ എങ്ങനെയൊക്കെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാം, ഇതിലൂടെ നമ്മുടെ ടോപ്പിക്കിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നാണ് ഈ B.Ed കോഴ്സിൽ പറയുന്നത്. നമുക്കറിയാം ഓരോ കുട്ടികളും യുണീക്കാണ്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളെ വിലയിരുത്തുന്ന രീതിയും നമ്മൾ അവരുടെ പൊട്ടൻഷ്യാലിറ്റീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ മാറേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും എല്ലാം ഉപയോഗിക്കുന്നത്. കാരണം നമുക്കറിയാം ഒരു കുട്ടിക്ക് മാർക്ക് കുറവാണ് കണക്കിന്, പക്ഷെ ആ കുട്ടി ഒരിക്കലും എന്താ പറയുക ഒന്നിനും കൊള്ളാത്തൊരു കുട്ടിയല്ല, പക്ഷെ അവന് വേറെ കഴിവുകളുണ്ടാവും. അപ്പോൾ അവൻ്റെ വേറെയുള്ള കഴിവുകൾ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അവൻ്റെ കണക്കിലുള്ള പോരായ്മകൾ നികത്താനും
നമുക്ക് സാധിക്കണം, അവനെ സഹായിക്കാനും നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഒരു മാറുന്ന കാലത്തിനൊപ്പം ചുവട് വയ്ക്കുന്ന നല്ല അധ്യാപകരായിട്ട് മുന്നോട്ട് വരാനും വരും തലമുറയെ വാർത്തെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇതിനു വേണ്ടി എല്ലാം സഹായിക്കുന്ന തരത്തിൽ വളരെ ഈസി ആയിട്ട്, സിമ്പിളായിട്ട്, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വേണ്ടിയിട്ട് വളരെ ക്രിയാത്മകമായ രീതിയിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് വർക്ക് ചെയ്യണം, എന്നാലും വളരെ ക്രിയാത്മകമായ രീതിയിലാണ് ഈ ഒരു സിലബസ് നിർമ്മിച്ചിരിക്കുന്നത്.